മനുഷ്യൻ്റെ പറക്കാനുള്ള മോഹത്തിന് മാനവ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും പറക്കാനുള്ള അനേകം ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഹോട്ട് എയർ, ഹൈഡ്രജൻ ബലൂണുകൾ ഒക്കെ ഉപയോഗിച്ച് ആകാശത്തേക്ക് ഉയർന്നു എങ്കിലും പക്ഷികളെപ്പോലെ പറന്നുയരാൻ മനുഷ്യന് 20-ാം നൂറ്റാണ്ടിൽ റൈറ്റ് സഹോദരന്മാരുടെ വരവ് വരെ കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് വ്യോമയാന രംഗം കുതിച്ചത് ജെറ്റ് വേഗത്തിലാണ്. 2 ലോകമഹായുദ്ധങ്ങൾ ആ സാങ്കേതിക വിപ്ലവത്തിന് ചിറക് നൽകി. ആ മഹായാത്രയ്ക്കിടയിൽ വന്നുപോയ വിമാനങ്ങളിലെ ഒരു മഹാരാജാവുണ്ട്. അതാണ് കോൺകോർഡ്. യുദ്ധവിമാനങ്ങൾ ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ, അതായത് സൂപ്പർസോണിക് വേഗത്തിലാണ് പൊതുവേ പറക്കാറുള്ളത് എന്ന് നമുക്കറിയാം. എന്നാൽ സാധാരണക്കാർക്കും സൂപ്പർസോണിക് വേഗത സാധ്യമാക്കിയ കോൺകോർഡ് വിമാനങ്ങളെപ്പറ്റി നമുക്കിന്നൊന്ന് ചർച്ച ചെയ്താലോ? റെഡിയല്ലേ? നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 90കളുടെ മധ്യത്തിൽ മലയാളിയായ പ്രസിദ്ധ പത്രപ്രവർത്തകൻ TJS ജോർജ് തൻ്റെ പങ്ക്തിയിൽ എഴുതിയ ഒരു അനുഭവക്കുറിപ്പ് ഓർമ്മ വരുന്നുണ്ട്. അദ്ദേഹം ഹോങ്കോങ്ങിൽ ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂവിൻ്റെ മുതിർന്ന പത്രപ്രവർത്തകനായിരിക്കുന്ന കാലം. ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക സമ്മേളനം കവർ ചെയ്യാൻ അടിയന്തിരമായി ന്യൂയോർക്കിലെത്താൻ മേധാവിയുടെ സുഗ്രീവാജ്ഞ. ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിങ്ങുകളും എല്ലാം മിന്നൽ വേഗത്തിൽ നടന്നു. ഹോങ്കോങ്ങിൽ നിന്ന് ലണ്ടനിലെ ഹീത്രൂ, അവിടെ നിന്ന് 6 മണിക്കൂറിന് ശേഷം ബ്രിട്ടീഷ് എയർവേസിൽ ന്യൂയോർക്ക്. പല പ്രാവശ്യം പറന്ന റൂട്ടായതിനാലും പത്രപ്രവർത്തകൻ്റെ ജീവിതം ആകസ്മികതകളാൽ നിറഞ്ഞതായതിനാലും അദ്ദേഹത്തിന് അതിൽ പുതുമയൊന്നും തോന്നിയില്ല. 10 മണിക്കൂറോളം നീണ്ട ഫ്ലൈറ്റിനൊടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബായ ഹീത്രൂവിലെത്തി. ഒന്ന് വിശ്രമിക്കാൻ സമയമുണ്ട്. അന്നും ഇന്നും എന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എയർ ഹബ്ബാണ് ഹീത്രൂ. ന്യൂയോർക്കിലേക്കുള്ള ടിക്കറ്റ് ഒന്നുകൂടി ഉറപ്പിക്കാൻ ബ്രിട്ടീഷ് എയർവേസിൻ്റെ കൗണ്ടറിലെത്തിയ ജോർജിനെ അവിടെ ഇരുന്ന തരുണീമണി അസാധാരണമായ അത്ഭുതാദരങ്ങളോടെ നോക്കി പറഞ്ഞു, സാർ, ഇത് കോൺകോർഡ് ടിക്കറ്റാണ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കോൺകോർഡ് യാത്രക്കാർക്ക് വേണ്ടിയുള്ള ആഡംബരപൂർണമായ ലോഞ്ചിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെട്ടു. 7 സ്റ്റാർ സൗകര്യങ്ങളുള്ള ലോഞ്ച്, ഓരോ യാത്രക്കാർക്കും പ്രത്യേക പരിചാരകർ, സ്പാ, ഈ ഭൂമിയിലെ സർവ്വഭക്ഷണങ്ങളും, അങ്ങനെ പോകുന്നു. ജോർജ് പെട്ടെന്ന് ഒരു ആലീസിൻ്റെ അത്ഭുത ലോകത്തെത്തി. അതിസമ്പന്നർക്ക് മാത്രം കഴിയുന്ന കോൺകോർഡ് ടിക്കറ്റ് എങ്ങനെ തനിക്ക് കിട്ടി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് പിന്നീടാണ്. ഓഫീസിൽ വളരെ ധൃതിയിൽ ടിക്കറ്റ് എടുത്തപ്പോൾ അവിടുത്തെ ബുക്കിംഗ് ക്ലാർക്കിന് പറ്റിയ ഒരബദ്ധമാണ് ജോർജിനെ ഒരു കോൺകോർഡ് VVIP ആക്കിയത്. വിമാനത്തിനുള്ളിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. സാധാരണ അന്താരാഷ്ട്ര സർവീസുകളിൽ ഉള്ളതുപോലെ 3 നിര സീറ്റുകളൊന്നുമില്ല. 2 സീറ്റുകൾ ഉള്ള 2 നിര മാത്രം. കഷ്ടിച്ച് 180 സീറ്റ്. വിമാനം പറന്നുയർന്ന് 40,000 അടി ഉയരത്തിൽ അറ്റ്ലാന്റിക്കിന് മുകളിലെത്തിയപ്പോൾ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ്, നാം ഇപ്പോൾ പറക്കുന്നത് സൂപ്പർസോണിക് വേഗതയിലാണ്. പക്ഷേ യാത്രക്കാർ ഒന്നും അറിയുന്നില്ല. സാധാരണഗതിയിൽ 7-8 മണിക്കൂർ എടുക്കുന്ന ലണ്ടൻ ന്യൂയോർക്ക് യാത്രയ്ക്ക് എടുത്തത് 4 മണിക്കൂറിൽ താഴെ മാത്രം സമയം. വേഗതയ്ക്ക് വ്യവസ്ഥകളുള്ളതിനാൽ സൂപ്പർസോണിക് അഭ്യാസങ്ങൾ 30,000 അടിക്ക് മുകളിൽ മാത്രം. ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്ത് പാർക്കിംഗ് ബേയിലെത്തിയ വിമാനത്തിൽ നിന്നും യാത്രക്കാരെ നേരെ കൊണ്ടുപോയത് അവിടെ തന്നെയുള്ള ഹെലിപ്പാഡിലേക്ക്. ജോൺ എഫ് കെന്നഡി വിമാനത്താവളം നഗരഹൃദയത്തിൽ നിന്നും ഒരുപാട് അകലെയാണ്, ഏതാണ്ട് 45 കിലോമീറ്റർ. അവരെ നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഹെലികോപ്റ്ററിലാണ്. ന്യൂയോർക്കിലെ അമ്പരചുംബികളെ തഴുകി ഹെലികോപ്റ്റർ അവരെ നഗരത്തിലെത്തിച്ചു. സമ്പന്നരായ യാത്രക്കാരെ കാത്ത് ഹെലിപ്പാഡിൽ കൂറ്റൻ കാഡിലാക്ക് കാറുകൾ. ജോർജ് തൻ്റെ ബാഗുമെടുത്ത് പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അതേ സുഹൃത്തുക്കളെ, അതായിരുന്നു കോൺകോർഡ് എന്ന വിമാനത്തിൻ്റെ പ്രത്യേകത. മനുഷ്യൻ നിർമ്മിച്ച അത്ഭുത യന്ത്രങ്ങളിൽ അഗ്രഗണ്യ സ്ഥാനം തന്നെ ഈ യന്ത്രപക്ഷിക്കുണ്ട്. 2-ാം ലോകമഹായുദ്ധാനന്തരം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധത്തിൻ്റെ ഫലമായി വൻ സാങ്കേതിക മുന്നേറ്റങ്ങൾ അരങ്ങ് തകർക്കാൻ തുടങ്ങിയ കാലമായിരുന്നു 1950കളും 60കളുമൊക്കെ.
അത് നാം ഇവിടെ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹിരാകാശത്തും ആണവരംഗത്തും ദിവസേന എന്നോണം അത്ഭുതങ്ങൾ രചിക്കപ്പെട്ട കാലം. നൂറ്റാണ്ടുകളോളം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലൂടെ ഭൂഗോളം അടക്കി വാണ ബ്രിട്ടൻ്റെയും നവോത്ഥാനത്തിൻ്റെയും കലയുടെയും സന്ദേശങ്ങൾ ഉറവ പൊട്ടിയ ഫ്രാൻസിൻ്റെയും അപ്രമാദിത്വം അപ്പോഴേക്കും ചരിത്രമായി കഴിഞ്ഞിരുന്നു. പണവും വിഭവശേഷിയും വാരിയെറിഞ്ഞുള്ള വൻശക്തികളുടെ കളിയിൽ തങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ബദ്ധവൈരികളായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ലോകത്തിൻ്റെ മുൻപിൽ തങ്ങളുടെ കരുത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ തീരുമാനിച്ചത്. ആ അഭിമാന ബോധത്തിൽ നിന്നാണ് ഒരു ശബ്ദാതിവേഗ യാത്രാവിമാനം എന്ന എക്കാലത്തെയും വലിയ സാങ്കേതിക പ്രോജക്റ്റുകളിൽ ഒന്ന് ജന്മമെടുത്തത്. താരതമ്യേന വളരെ ചെറിയ യുദ്ധവിമാനങ്ങൾ പോലും പ്രൊപ്പല്ലർ യുഗത്തിൽ നിന്ന് ജെറ്റ് യുഗത്തിലേക്ക് മാറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ധനം, ചിറകുകളുടെ ഡിസൈൻ, എൻജിൻ, ഉയർന്ന വേഗത ഉയർത്തുന്ന പ്രതിരോധം, അങ്ങനെ 100 വെല്ലുവിളികൾ അതിജീവിക്കേണ്ടിയിരുന്നു. ഇതിൽ തന്നെ ചിറകുകളായിരുന്നു ഏറ്റവും പ്രധാനം. ഒടുവിൽ ദത്യക്യുഷ്മാൻ സമർപ്പിച്ച ഡിസൈൻ അംഗീകരിക്കപ്പെട്ടു. വാലുകളില്ലാത്ത യുദ്ധവിമാനങ്ങളിൽ ഉള്ളതുപോലെയുള്ള ത്രികോണാകൃതിയിലെ ഡെൽറ്റ വിങ് ചിറകുകൾ ആണ് ഇതിലുള്ളത്. റോൾസ് റോയ്സ് കോൺകോർഡിനു വേണ്ടി പ്രത്യേകം നിർമ്മിച്ച 4 ഒളിമ്പസ് 593 എഞ്ചിനുകളായിരുന്നു വിമാനത്തിന് ശക്തി നൽകിയത്. ഇതിലെ എഞ്ചിനുകൾ സാധാരണ യാത്രാ വിമാനങ്ങളിലെയൊക്കെ പോലെ പുറത്തേക്ക് കാണാൻ കഴിയുന്ന തരത്തിലല്ല ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അവ യുദ്ധവിമാനങ്ങളെപ്പോലെ ചിറകുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ച രീതിയിലാണ്. അതായത് എല്ലാ അർത്ഥത്തിലും ഒറ്റ നോട്ടത്തിൽ വളരെ വലിയ ഒരു ഫൈറ്റർ വിമാനം തന്നെ. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടാണ് എയർബസ് ഈ പദ്ധതി അനൗൺസ് ചെയ്തത്. അത് ലോകം മുഴുവൻ വലിയ ചലനങ്ങളുണ്ടാക്കി, വലിയ വാർത്തകളായി. എയർ ഇന്ത്യ അടക്കം ലോകത്തിലെ പ്രമുഖ വ്യോമയാന കമ്പനികളെല്ലാം വിമാനം ഓർഡർ നൽകി ബുക്ക് ചെയ്തു. അങ്ങനെ ഈ സൂപ്പർസോണിക് ഭീമനു വേണ്ടി ലോകം കാത്തിരിക്കുമ്പോൾ ബ്രിട്ടനിലും ഫ്രാൻസിലും ഈ പദ്ധതിയുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് വൻ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ 25,000 കോടിയോളം പമ്പ് ചെയ്യുന്ന ഈ പദ്ധതി ഇരു രാജ്യങ്ങൾക്കും ഭീകരമായ ബാധ്യത മാത്രമേ വരുത്തൂ. എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ യുദ്ധാനന്തര അവസ്ഥയിൽ ഇതൊരിക്കലും താങ്ങാനാവുന്നതല്ല എന്ന ശക്തമായ വിമർശനം അവഗണിക്കാൻ തന്നെയായിരുന്നു ഇരു സർക്കാരുകളുടെയും തീരുമാനം. ഇതിനിടയിൽ ആദ്യ ട്രയലുകളൊക്കെ പരാജയപ്പെട്ടു. സൂപ്പർസോണിക് വേഗത കൈവരിക്കാൻ എഞ്ചിനിലും ഫ്യൂസലേജിലും തുടർച്ചയായ മാറ്റങ്ങൾ വേണ്ടിവന്നു. അതിനിടയിൽ കോൺകോർഡിന് ലഭിച്ച ഓർഡറുകൾ റദ്ദാകാൻ തുടങ്ങി. 1975 കൊടുത്തു തീർക്കേണ്ട 170 വിമാനങ്ങളുടെ ഓർഡറുകളാണ് റദ്ദായത്. വമ്പിച്ച സാമ്പത്തിക ചെലവ്, വിമാനമുണ്ടാക്കിയേക്കാവുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയായിരുന്നു പ്രധാന കാരണം. ഒടുവിൽ കസ്റ്റമേഴ്സായി അവശേഷിച്ചത് ബ്രിട്ടീഷ് എയർവേസും ഫ്രഞ്ച് എയറും മാത്രം. 1979 വരെ 300ഓളം വിമാനങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ട പ്രോജക്റ്റിൽ നിർമ്മിച്ചത് 20 വിമാനങ്ങൾ മാത്രം. പ്രോജക്റ്റ് അപ്പോഴേക്കും ഒരുപാട് മുന്നേറിക്കഴിഞ്ഞിരുന്നു. ഇത് സാമ്പത്തികമായി നഷ്ടം തന്നെയായിരിക്കും എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി തന്നെ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1969 നവംബർ 29 കോൺകോർഡിൻ്റെ പ്രോട്ടോടൈപ്പ് ശബ്ദാതിവേഗം സൂപ്പർസോണിക് വേഗതയിലെത്തി. വിമാനം യാഥാർത്ഥ്യമായപ്പോഴേക്കും അതിന് ലഭിച്ചിരുന്ന ഓർഡറുകൾ പൂർണ്ണമായും റദ്ദായി കഴിഞ്ഞിരുന്നു. വിമാനം ഇറങ്ങുമ്പോൾ സൃഷ്ടിക്കുന്ന സോണിക് ബൂം ഉണ്ടാക്കിയ ഷോക്ക് വേവ്സ് പരിസരത്തെ കണ്ണാടി ജനലുകളെ താറുമാറാക്കി. വലിയ കെട്ടിടങ്ങൾ പോലും വിമാനം ഇറങ്ങുമ്പോൾ വിറയ്ക്കാൻ തുടങ്ങി. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും കോൺകോർഡിനെ തങ്ങളുടെ ആകാശത്തിൻ്റെ പരിസരത്ത് കണ്ടുപോകരുത് എന്ന് തന്നെ പറഞ്ഞ് നിരോധിച്ചു. തുടക്കത്തിൽ ബഹ്റിൻ, ദുബായ്, സിംഗപ്പൂർ റൂട്ടുകളിൽ സർവീസ് ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം പാരീസ്, ലണ്ടൻ, ന്യൂയോർക്ക് റൂട്ടിൽ മാത്രമായി ഈ സ്വപ്ന പദ്ധതി ഒതുങ്ങി. അതും അതിസമ്പന്നർക്ക് മാത്രം താങ്ങാൻ കഴിയുന്ന ചെലവിൽ.
സാധാരണ യാത്രാ വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് നിരക്കിൻ്റെ 2-3 ഇരട്ടിയായിരുന്നു കോൺകോഡിലെ ടിക്കറ്റ് നിരക്ക്. അതുപോലെ കോൺകോഡ് പറത്തിയ പൈലറ്റുമാരേക്കാൾ അധികം ആൾക്കാർ ബഹിരാകാശത്ത് പോയി വന്നിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും തങ്ങളുടെ അഭിമാന സൂപ്പർസോണിക്കിലെത്തിച്ച ഈ കൂറ്റൻ പറക്കും യന്ത്രത്തെ ബ്രിട്ടനും ഫ്രാൻസും 40 വർഷത്തോളം കൊണ്ട് നടക്കുക തന്നെ ചെയ്തു. ഈ വിമാനത്തിൻ്റെ ഒരു പ്രത്യേക ഷേപ്പ് കണ്ടില്ലേ? ഡ്രൂപ്പ് നോസ് എന്ന ഷേപ്പാണിത്. റൺവേയിൽ നിൽക്കുമ്പോഴും പറന്നുയരുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഒരു കൊക്ക് കഴുത്ത് വളയ്ക്കുന്നത് പോലെ അതിൻ്റെ മുൻഭാഗം വളയും. പൈലറ്റിന് റൺവേയുടെ കാഴ്ച ശരിക്ക് ലഭിക്കാൻ വേണ്ടിയാണിത്. പറന്നു മുകളിൽ ചെന്നാൽ അത് നേരെയാവുകയും ചെയ്യും. ഇങ്ങനെ അനേകം എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളുടെ ഒരു കലവറയാണ് കോൺകോഡ്. 2000 ജൂലൈ 25 പാരീസിലെ ചാൾസ് ഗാർലെ എയർപോർട്ടിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പറക്കാൻ ഒരുങ്ങി നിൽക്കുന്ന എയർ ഫ്രാൻസിൻ്റെ കോൺകോഡ് വിമാനം. 100ഓളം യാത്രക്കാരും ജീവനക്കാരും അടങ്ങുന്ന സംഘം. വിമാനത്തിന് ATCയുടെ ക്ലിയറൻസ് ലഭിച്ചു. 1-ാം നമ്പർ റൺവേയിലൂടെ കുതിച്ച വിമാനം 450 കിലോമീറ്റർ വേഗത എത്തിയപ്പോൾ ഇടത്തെ ചിറകിൻ്റെ പിന്നിൽ അസാധാരണമായ ഒരു തിളക്കം. അത് പെട്ടെന്ന് വളർന്നു. ATC അപകടം മണത്തപ്പോഴേക്കും മുൻചക്രങ്ങൾ റൺവേയിൽ നിന്നും ഉയർന്നിരുന്നു. ഇനി തിരിച്ചു വരാനാവില്ല. സെക്കൻഡുകൾക്കകം വിമാനം വലിയൊരു തീഗോളമായി മാറി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രവിജയം കുറിച്ച പാരീസിൻ്റെ മണ്ണിൽ തന്നെ ആ കരുത്തൻ യാത്രക്കാരോടൊപ്പം ചാരമായി. കോൺകോഡിൻ്റെ ചരിത്രത്തിലെ ഒരേയൊരു അപകടം. പക്ഷേ ഇത് വിമാനത്തിൻ്റെ സാങ്കേതിക പിഴവായിരുന്നില്ല. തൊട്ടു മുൻപ് പറന്നുയർന്ന കോണ്ടിനെൻ്റൽ എയർലൈൻസിൻ്റെ വിമാനത്തിൽ നിന്നും തെറിച്ചുപോയ ഒരു ലോഹക്കഷ്ണം അതിവേഗത്തിൽ വന്ന കോൺകോഡിൻ്റെ ടയറിനെ ഛിന്നഭിന്നമാക്കി. ടയർ പൊട്ടിയപ്പോഴുയർന്ന തീപ്പൊരികൾ ഇന്ധന ടാങ്കിലേക്ക് പടർന്നാണ് തീപിടുത്തമുണ്ടായത്. 3 വർഷങ്ങൾ കൂടി കോൺകോഡ് വിമാനങ്ങൾ യൂറോപ്പിൻ്റെ ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചു. 2003 40 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം വ്യോമയാനങ്ങളിലെ ഈ രാജഹംസത്തിന് വീരോചിതമായ റിട്ടയർമെൻറ്റ് ജീവിതമാണ് ലോകം നൽകിയത്. ഈ വിമാനങ്ങളിൽ ചിലത് ഇപ്പോൾ മ്യൂസിയമാക്കിയിട്ടുണ്ട്. മലയാളത്തിലെ തന്നെ പല പ്രശസ്ത സഞ്ചാരികളും യൂട്യൂബർമാരും ഈ വിമാനം സന്ദർശിച്ച് ഞാനും കോൺകോഡിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള വീഡിയോകൾ ധാരാളം കാണാം. ഈ വിമാനങ്ങൾ വരുത്തിയ വൻ സാമ്പത്തിക ബാധ്യത പിന്നീട് ഇതുപോലൊരു സാഹസത്തിൽ നിന്ന് എയർബസിനെ പിന്തിരിപ്പിച്ചു. 70കളിൽ ചന്ദ്രനിൽ പോയ അമേരിക്ക പിന്നെ എന്തുകൊണ്ട് പോയില്ല എന്നതിന് കോൺകോഡ് പോലെ നല്ല ഒരു ഉത്തരം വേറെയില്ല. പിന്നീട് എന്തുകൊണ്ട് കോൺകോഡ് വിമാനങ്ങൾ നിർമ്മിച്ചില്ല എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഭാവനയും പ്രതിഭയും കഠിനാധ്വാനവും ഒരുമിച്ച് ചേർന്ന് സൃഷ്ടിച്ച മഹാത്ഭുതങ്ങളിലൊന്നായി കോൺകോഡ് ഇപ്പോഴും ശാസ്ത്രപ്രേമികളുടെ മനസ്സിൻ്റെ ആകാശങ്ങളിൽ സോണിക് ബൂം ഉയർത്തി പറന്നുയരുന്നുണ്ട്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.